നോക്കി അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ. എ വുമൻ ഈസ് 28 years older than her son. ഒരു അമ്മ അല്ലെങ്കിൽ ഒരു സ്ത്രീ അയാളുടെ മകനെ കാട്ടിൽ 28 വയസ്സ് മൂത്തതാണ്. ഇൻ 3 years her age will be twice the age of her son. 3 വർഷം കഴിയുമ്പോൾ ആ വുമൻ്റെ ഏജ് എന്താവും? ആ മകനെ കാട്ടിൽ ഇരട്ടിയാവും. അങ്ങനെയാണെങ്കിൽ ദ പ്രസൻറ്റ് ഏജ് ഓഫ് ദ സൺ ഈസ്, അങ്ങനെയാണെങ്കിൽ ആ മകൻ്റെ ഇപ്പോഴത്തെ പ്രായം ക്ലിയർ ആണോ? ഒരു വുമൺ, ഒരു ലേഡി അല്ലെങ്കിൽ ഒരു അമ്മ അയാളുടെ മകനെ കാട്ടിൽ 28 years ഓൾഡർ ആണ്. ഇൻ 3 years 3 വർഷം കഴിയുമ്പോൾ ഹർ ഏജ് വിൽ ബി ട്വൈസ് ദി ഏജ് ഓഫ് ഹർ സൺ. 3 വർഷം കഴിയുമ്പോൾ ആ സ്ത്രീയുടെ അല്ലെങ്കിൽ ആ അമ്മയുടെ വയസ്സ് അല്ലെങ്കിൽ അമ്മയുടെ പ്രായം ആ മകനെ കാട്ടിൽ 2 ഇരട്ടിയാവും. അങ്ങനെയാണെങ്കിൽ ദ പ്രസൻറ്റ് ഏജ് ഓഫ് സൺ, ഇപ്പോഴത്തെ മകൻ്റെ പ്രായം. ക്ലിയർ ആണോ? നോക്കി, വിമൻ ആൻഡ് സൺ, വിമൻ ആൻഡ് സൺ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? വിമൻ്റെയും സണ്ണിൻ്റെയും ഏജിൻ്റെ ഡിഫറൻസ്, അല്ലെങ്കിൽ വിമൻ ഈസ് 28 years ഓൾഡർ ദാൻ ഹർ സൺ എന്ന് പറഞ്ഞാൽ എന്താ? അവരുടെ പ്രായത്തിൻ്റെ വ്യത്യാസമല്ലേ പറയുന്നേ? എക്സാമ്പിൾ നോക്കി. ഇപ്പോൾ എ എന്ന് പറയുന്ന ആൾക്ക്, അല്ലെങ്കിൽ എനിക്ക് എ എന്ന് പറയുന്ന ആൾക്ക് വയസ്സ് 40, ബി എന്ന് പറയുന്ന മറ്റൊരാൾക്ക് വയസ്സ് 20. ഞാൻ പറയുക എ ഈസ് 20 years ഓൾഡർ ദാൻ ബി. കറക്റ്റ് ആണോ അല്ലയോ? നമ്മുടെ ഈ സ്റ്റേറ്റ്മെൻറ്റ്, നമ്മുടെ ഈ ക്വസ്റ്റ്യൻ്റെ അതേപോലെയാണ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. എ ഈസ് 20 years ഓൾഡർ ദാൻ ബി. കറക്റ്റ് ആണോ അല്ലയോ? കറക്റ്റ് അല്ലേ? എയുടെ പ്രായം 40, ബിയുടെ പ്രായം 20. അപ്പോൾ എ എന്ന് പറയുന്നത് ബിയെ കാട്ടിൽ 20 വയസ്സ് മൂത്തതാണ്. അതെന്താ പറയുന്നത്? ഇവരുടെ ഡിഫറൻസ് തന്നെയല്ലേ അത്? ഇവരുടെ വയസ്സിൻ്റെ വ്യത്യാസം തന്നെയല്ലേ അതേ പറയുന്നത്? അത് തന്നെയല്ലേ ഇവിടെയും പറയുന്നത്? എ വുമൻ ഈസ് 28 years ഓൾഡർ ദാൻ ഹെർ സൺ. അപ്പോൾ ആ വുമൻ്റെയും ആ അമ്മയുടെയും മകൻ്റെയും പ്രായത്തിൻ്റെ വ്യത്യാസം എത്രയാ? 28. ക്ലിയർ ആണോ? ഈ ഡേറ്റ ക്ലിയർ ആണോ? ഇത് മറക്കരുത്, കൺഫ്യൂഷൻ ആവാൻ പറ്റുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ആണിത്. ക്ലിയർ ആണോ? ഒന്നുകൂടെ പറയണോ? നോക്കി, ഇപ്പോൾ എയും ബിയും 40ഉം 20ഉം വയസ്സാണെങ്കിൽ ഞാൻ പറയുക എ ഈസ് 20 years ഓൾഡർ ദാൻ ബി എന്ന് പറഞ്ഞാൽ അവരുടെ വയസ്സിൻ്റെ വ്യത്യാസം തന്നെയല്ലേ ഞാൻ പറഞ്ഞത്? അതെ, ഇവിടെയും നമ്മുടെ ക്വസ്റ്റ്യനിലും അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നോക്കിയേ, ഇൻ 3 years 3 വർഷം കഴിയുമ്പോൾ ഹെർ ഏജ് വിൽ ബി ട്വൈസ് ദി ഏജ് ഓഫ് ഹെർ സൺ. 3 വർഷം കഴിയുമ്പോൾ വിമൻ്റെയും സണ്ണിൻ്റെയും ഏജിൻ്റെ റേഷ്യോ എന്തായി? ഇരട്ടിയായി. മകനെക്കാട്ടിൽ അമ്മയുടെ ഏജ് ഇരട്ടിയായി. 2:1 അല്ലെങ്കിൽ 1:2. വിമൻ്റെയും സണ്ണിൻ്റെയും ഏജിൻ്റെ റേഷ്യോ 2:1. സ്റ്റേറ്റ്മെൻ്റ് എല്ലാം ക്ലിയർ ആണല്ലോ? ഇനി ക്വസ്റ്റ്യനിലേക്ക്, ഇനി എന്താണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്? അതിലേക്ക് പോകണം. ദ പ്രസൻറ്റ് ഏജ് ഓഫ് ദി സൺ ഈസ്, മകൻ്റെ ഇപ്പോഴത്തെ പ്രായം എത്രയാ? പറഞ്ഞേ. 3 വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ 2:1 റേഷ്യോ വന്നത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? എങ്ങനെയാ പറ, ഒന്നുകൂടെ നോക്കൂ. 3 വർഷം കഴിയുമ്പോൾ 2:1. പിന്നെ നമുക്കുള്ള ഡേറ്റ എന്താ? അവരുടെ വയസ്സിൻ്റെ വ്യത്യാസം. അപ്പോൾ ഈ റേഷ്യോയുടെ വ്യത്യാസം തന്നെയല്ലേ, ഈ റേഷ്യോകൾ തമ്മിലുള്ള വ്യത്യാസം തന്നെയല്ലേ ഈ 28? ആ, ഡൗട്ട് വന്നു. എങ്ങനെയാണ് ഈ റേഷ്യോയുടെ വ്യത്യാസം 28 വരുന്നത്? 3 വർഷം കഴിയുമ്പോഴുള്ളതല്ലേ ഇത്? പിന്നെ എങ്ങനെ 28 ആ റേഷ്യോ വ്യത്യാസം, ആ ഏജിൻ്റെ വ്യത്യാസമായിട്ട് വരുന്നത്? 23 വർഷം മുമ്പാണ് അവർ 28 വയസ്സ് വ്യത്യാസം. 3 വർഷം കഴിയുമ്പോഴും അങ്ങനെ വരുമോ? വരത്തില്ലേ? വരും. എന്തുകൊണ്ടാ? ഇപ്പോൾ ഈ എക്സാമ്പിളിലേക്ക് തന്നെ വന്നേ, എയും ബിയും. എക്ക് ഇപ്പോൾ പ്രസൻറ്റ് ഏജ് ഓഫ് എ ആൻഡ് ബി ആണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് 40-20. 3 വർഷം കഴിഞ്ഞു. നമ്മുടെ ഇതേ കേസ് തന്നെ എടുത്തോ. 3 വർഷം കഴിഞ്ഞു. അപ്പം എയുടെ ഏജ് എത്രയായി? 43. ബിയുടെ എത്ര? 20 ആണോ? അല്ല, ടൈം എല്ലാവർക്കും ഒരേപോലെയല്ലേ മുന്നോട്ട് പോകുന്നത്? അത് അല്ലേ? ടൈം എനിക്കിപ്പം 3 വർഷം കഴിയുമ്പോൾ എത്രയാ? 30 വയസ്സായാൽ എൻ്റെ അനിയന് ഇപ്പോൾ ഒരു 20 വയസ്സാന്ന് വെച്ചോ. എനിക്കിപ്പോൾ ഒരു 27 വയസ്സ്, എൻ്റെ അനിയന് 20 വയസ്സ്. ഇപ്പോൾ 3 വർഷം കഴിയുമ്പോൾ എനിക്ക് 30 വയസ്സായി. എൻ്റെ അനിയന് 20 വയസ്സാണ് നിൽക്കുമോ? ഇല്ലല്ലോ. അവൻ എവിടെയെങ്കിലും ഒരിടത്ത് നിൽക്കുമോ? ഇല്ല. അവനും ഏജ് കൂടും. ടൈം എല്ലാവർക്കും, ഈ ലോകത്തുള്ള എല്ലാവർക്കും ഒരേപോലെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അവനും 3 വർഷം
പോകും, 23 വയസ്സാവും. അത് തന്നെ ഇവിടെ ഓക്കെ. എക്ക് 3 വർഷം കഴിയുമ്പോൾ 41 വയസ്സായാൽ ബിക്ക് എത്ര വയസ്സാവും? 23 വയസ്സ്. ഇവരുടെ ഡിഫറൻസിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഏജുകൾ തമ്മിലുള്ള ഡിഫറൻസിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോടെ? ഇല്ല, 20 തന്നെ അല്ലേ, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ 3 വർഷം കഴിയുമ്പോൾ അവർ തമ്മിലുള്ള റേഷ്യോ 2:1. ഡിഫറൻസ് എത്രയാ? ഒരു യൂണിറ്റ് ആണ് എന്ത്? 28. അപ്പോൾ 3 വർഷം കഴിയുമ്പോൾ മകൻ്റെ ഏജ് 1 യൂണിറ്റ് തന്നെയല്ലേ? 2:1 അല്ലേ? മകൻ്റെ ഏജ് എത്രയാ? 28 തന്നെയല്ലേ? ഇത് മതി നമുക്ക് ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാൻ. എന്നാൽ അമ്മയുടെ ഏജും കൂടെ ഒന്ന് നോക്കാം. 1 യൂണിറ്റ് 28 ആണെങ്കിൽ 2 യൂണിറ്റ് എത്രയാ? 56. 28 ഇൻറ്റു 2. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയില്ലേ? ആൻസർ കിട്ടി, 28 വയസ്സ്. ആൻസർ കിട്ടിയോ? ഇല്ല, ആൻസർ തെറ്റാ. എന്തുകൊണ്ട് ആൻസർ തെറ്റിപ്പോയേ? എടേ, 28 വയസ്സ് എന്ന് പറയുന്നത് മകൻ്റെ 3 വർഷം, ഈ പ്രസൻറ്റ് ടൈമിൽ നിന്ന് 3 വർഷം കഴിഞ്ഞിട്ടുള്ള ഏജാണ്. നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? പ്രസൻറ്റ് ഏജ് ഓഫ് സൺ. അപ്പോൾ എന്താ നമ്മൾ ചെയ്യണ്ടേ? ഈ 28 നിന്ന് പോയ 3 വർഷം കൂട്ടിയ 3 വർഷം കുറയ്ക്കണ്ടേ? അപ്പോൾ എന്താണ് മകൻ്റെ ഏജ്? 25. 28 കുത്തിയിട്ട് പോകരുത്. അങ്ങനെ ഒരുപാട് പേരങ്ങനെ റോങ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് പോയിട്ടുണ്ട്. ഇത്രയും നിങ്ങൾ ആലോചിച്ചാൽ ഇത്രയും ചെയ്തു, എല്ലാം ചെയ്തു, അവസാനം വരെ വന്നു, പക്ഷെ ആൻസർ തെറ്റിപ്പോയി, സ്കോർ പോയി, സമയം പോയി. അപ്പോൾ എന്താണ് നമ്മുടെ ആൻസർ? 25 ഇയേഴ്സ്. ക്ലിയർ ആണോ? കോൺസെപ്റ്റ് ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, okay, what is the third proportional between 25 and 35? What is the third proportional between 25 and 35? Third proportional between 25 and 35. ഇത് ഡയറക്റ്റ് ഇക്വേഷനേ ഉള്ളൂ, വേറെ ഒന്നും ഇത് ചെയ്യാനില്ല. തേർഡ് പ്രപ്പോർഷണൽ എന്താ ആൻസർ? തേർഡ് പ്രപ്പോർഷണൽ ഇക്വേഷൻ എന്താ? തേർഡ് പ്രപ്പോർഷണലിൻ്റെ ഇക്വേഷൻ എന്താ? തേർഡ് പ്രപ്പോർഷണൽ ഇക്വേഷൻ എന്താ? എന്താണ് ഇക്വേഷൻ? ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ. ഇതാണ് തേർഡ് പ്രപ്പോർഷണൽ ഇക്വേഷൻ. എന്താ? ബി സ്ക്വയർ ഡിവൈഡ് ബൈ എ. എന്താ ഈ ബിയും എയും? സെക്കൻഡ് നമ്പർ ബി, ഫസ്റ്റ് നമ്പർ എ. ക്ലിയർ ആണോ? അപ്പം നമ്മുടെ എന്താ അവിടുത്തെ ആൻസർ? ബി സ്ക്വയർ എന്താ? 35 ഇൻറ്റു 35 ഡിവൈഡ് ബൈ എ എന്താ? 25. 5 കൊണ്ട് കട്ട് ചെയ്യാലോ? 5 കൊണ്ട് കട്ട് ചെയ്തു, 5 and 7. ഇനിയും 5 കൊണ്ട് കട്ട് ചെയ്യാലോ? കട്ട് ചെയ്യാം, 7. അപ്പം എന്ത് വന്നു? 7 × 7 49. ക്ലിയർ ആണോ? തേർഡ് പ്രപ്പോർഷണൽ ഇക്വേഷൻ മാത്രം അറിഞ്ഞാൽ മതി ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ. ഇനി മീൻ പ്രപ്പോർഷണൽ എന്താണ്? ഇതിനെ കൂടെ തന്നെ പഠിക്കേണ്ടതാ. മീൻ പ്രപ്പോർഷണൽ റൂട്ട് എ ബി. മീൻ പ്രപ്പോർഷണൽ എന്ന് വെച്ചാൽ റൂട്ട് എ ബി. ഇനി ഫോർത്ത് പ്രപ്പോർഷണൽ എന്ന് വെച്ചാൽ എന്താ? ഫോർത്ത് പ്രപ്പോർഷണൽ ബി സി ബൈ എ. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, ഇതിൻ്റെ കൂടെ തന്നെ പഠിക്കേണ്ടതാണ്, മറക്കരുത്. ഇതിന് ഇക്വേഷൻ മാത്രം മതി. ഇടയ്ക്കിടയ്ക്ക് സർപ്രൈസ് ആയിട്ട് വിസിറ്റ് ചെയ്യുന്ന 2 ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ 3 പ്രോബ്ലംസ് ആണ്, 3 കോൺസെപ്റ്റ് ആണ് ഇത്. റേഷ്യോ ആൻഡ് പ്രപ്പോർഷനിലാണ് വരുന്നത്. നമ്മുടെ ഗ്രൂപ്പ് ഡി എക്സാമിനും അങ്ങും ഇങ്ങൊക്കെ കണ്ടിട്ടുണ്ട്. ആരും പ്രതീക്ഷിക്കില്ല ഇക്വേഷൻ പഠിക്കാതെ പോകും, ഇക്വേഷൻ മറന്നു പോകും, ബാക്കിയുള്ള ടോപ്പിക്ക് നോക്കും, പക്ഷേ സിമ്പിളായിട്ടുള്ള 1-2 സെക്കൻഡിൽ ആൻസർ കിട്ടേണ്ടത് മറന്നു പോകും. അപ്പോൾ ആൻസർ 49. ക്ലിയർ ആണല്ലോ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, 5th ക്വസ്റ്റ്യൻ, 5ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, 5ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ദ പോപ്പുലേഷൻ ഓഫ് എ സിറ്റി ഇൻക്രീസസ് കോമ്പൗണ്ടഡ് ബൈ 10% ആനുവലി. ഒരു സിറ്റി, നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിയിലെ പോപ്പുലേഷൻ എങ്ങനെ ഇൻക്രീസ് ചെയ്തു? വർഷാവർഷം 10% ആനുവലി. ഈ വർഷം 10% ആണെങ്കിൽ അടുത്ത വർഷവും 10% വെച്ച് ഇൻക്രീസ് ചെയ്തു. കോമ്പൗണ്ടഡ് എന്ന് പറയുന്നത് സക്സസീവ് ഇയേഴ്സിനെ പറയുന്നത്. എന്ന് വെച്ചാൽ ഈ വർഷം 10% ആണെങ്കിൽ തൊട്ടടുത്ത വർഷവും 10%. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദ പ്രസന്റ് പോപ്പുലേഷൻ ഓഫ് ദ സിറ്റി ഈസ്
1,33,100. 1,33,100. ഇതാണ് ഇപ്പോഴത്തെ ആ സിറ്റിയുടെ പോപ്പുലേഷൻ. ഇപ്പോഴത്തെ ആ സിറ്റിയുടെ പോപ്പുലേഷൻ 1,33,100. അങ്ങനെയാണ് എങ്കിൽ വാട്ട് വാസ് ദി പോപ്പുലേഷൻ ഓഫ് ദി സിറ്റി? 2 years ago. 2 വർഷം മുമ്പ് എന്തായിരുന്നു ആ സിറ്റിയിലെ പോപ്പുലേഷൻ? ഒന്ന് ആലോചിച്ചേ. ഇപ്പോൾ ഈ വർഷം ഈ ട്രിവാൻഡ്രം സിറ്റിയിലെ പോപ്പുലേഷൻ 10,000 ആണെന്നിരിക്കട്ടെ. 10,000. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ 2026 അല്ലേ? 2024 ഫെബ്രുവരിയിൽ എന്തായിരുന്നു ഇവിടുത്തെ പോപ്പുലേഷൻ? അതല്ലേ ക്വസ്റ്റ്യൻ? 1,33,100 ആയിരുന്നു എന്ത് ഇവിടുത്തെ പോപ്പുലേഷൻ. 1,33,100 ആയിരുന്നു ഇവിടുത്തെ 100 ആണ് ഇവിടുത്തെ പോപ്പുലേഷൻ. ഇപ്പോൾ പോപ്പുലേഷൻ 1,33,100 ആണ്. അങ്ങനെയാണെങ്കിൽ 2 വർഷം മുമ്പ് എത്രയാ? ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? കൺഫ്യൂഷൻ വരും. ഒന്നുകൂടെ ഒന്ന് നോക്കിയേ. ദ പോപ്പുലേഷൻ ഓഫ് എ സിറ്റി ഇൻക്രീസസ് കോമ്പൗണ്ടഡ് ബൈ 10% annually. The present population of the city is 1,33,100. What was the population of the city 2 years ago? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം നമുക്ക്? 2 വർഷം മുമ്പുള്ള 2 years ago 2 വർഷം മുമ്പുള്ള പോപ്പുലേഷൻ നമ്മൾ എക്സ് എന്ന് എടുക്കുക. ഞാൻ എക്സ് എന്ന് എടുത്തു. ഡൗട്ടുണ്ടോ? 2 വർഷം മുമ്പുള്ള പോപ്പുലേഷൻ എക്സ് എടുത്തു. ലെറ്റ് പോപ്പുലേഷൻ ബിഫോർ 2 years ago ബി എക്സ്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് എക്സ് കണ്ടുപിടിച്ചാൽ പോരെ? എക്സ് കണ്ടുപിടിച്ചാൽ മതി. അപ്പം എങ്ങനെയാണ് നമ്മൾ എക്സ് കണ്ടുപിടിക്കുക? നോക്കിയേ. എത്ര ശതമാനമാണ് 2 വർഷം മുമ്പുള്ള പോപ്പുലേഷൻ? അതായത് എക്സ് 2 വർഷം മുമ്പുള്ള പോപ്പുലേഷനിൽ നിന്ന് എത്ര ശതമാനമാണ് ഓരോ വർഷം കൂടുമ്പോൾ 2 തവണയായിട്ട് കൂടിയത്? 10% അല്ലേ? 10%ന്റെ ഫ്രാക്ഷണൽ വാല്യൂ എത്രയാ? 1/10. മറക്കരുത്. പെർസെൻറ്റേജിൻ്റെ ചാർട്ട് നല്ല രീതിയിൽ പഠിക്കുക. പെർസെൻറ്റേജും ഫ്രാക്ഷനും, പെർസെൻറ്റേജ് ആൻഡ് ഫ്രാക്ഷണൽ കൺവേർഷൻ നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ, 10% ഫ്രാക്ഷൻ വാല്യൂ 1/10. അങ്ങനെയാണെങ്കിൽ എക്സിൽ നിൽക്കുന്ന പോപ്പുലേഷൻ അടുത്ത വർഷമാകുമ്പോൾ എന്താവും? 10% കൂടും. 1 കൂടും. 10ൽ നിന്ന് 1 കൂടി 11 ആവും. ക്ലിയർ ആണോ? എക്സ് ആയിരുന്ന പോപ്പുലേഷൻ 11 ആയി. 10ൽ നിന്ന് 11 ആയി. 1 വർഷത്തെ കൺവേർഷനേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി അടുത്ത വർഷം ഇല്ലേ? 2 വർഷമാണ് പറയുന്നത്. കോമ്പൗണ്ടഡ് ബൈ 2 years ago 2 വർഷം മുമ്പുള്ള പോപ്പുലേഷനാണ് എക്സ്. നമ്മൾക്ക് എന്തിലേക്ക് എത്തണം? ഇപ്പോഴത്തെ പോപ്പുലേഷനായ ഇതിലേക്ക് എത്തണം. അപ്പോൾ 1 വർഷത്തെ കൺവേർഷനേ നടന്നുള്ളൂ. ഇനി 1 വർഷം കൂടെ പോകണ്ടേ? 10% തന്നെയല്ലേ അടുത്ത വർഷം കൂടിയത്? അപ്പോൾ 11/10. എന്താണ് അപ്പോൾ കിട്ടിയത് നമുക്ക്? എന്താ കിട്ടിയത്? പോപ്പുലേഷൻ ഇപ്പം എക്സാമ്പിൾ 2024 പോപ്പുലേഷൻ എക്സ് ആയിരുന്നു. 25 ആയപ്പോൾ 11/10 ആയി. 11/10 ആയി. പിന്നെയും ഒരു 10% കൂടി. അപ്പോൾ എത്ര നമുക്ക് കിട്ടുന്നത്? 1,33,100. ഇതാണ് എന്ത്? കറണ്ട് പോപ്പുലേഷൻ, ഇപ്പോഴുള്ള പോപ്പുലേഷൻ. ഇത് നമുക്ക് എക്സ് കണ്ടുപിടിച്ചാൽ പോരെ? ക്യാൻസൽ ചെയ്താൽ പോരെ പിള്ളേരെ? ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ പോരെ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വെട്ടി കളയുക. ആദ്യമേ ഒന്നും ചെയ്യരുത്. ഇങ്ങനെ ഇത് ഇട്ടതിന് ശേഷം മാത്രമേ എന്തെങ്കിലും ചെയ്യാവൂ. നോക്കിയേ, 11 ഇതിൽ കട്ട് ചെയ്ത് നോക്കി. എന്തെങ്കിലും കിട്ടും. 1 1 2 1 0 0 ആണല്ലോ. ഇനി നോക്കിയേ, 11 to 11 അല്ലേ? 121 കട്ട് ചെയ്തു. അപ്പോൾ എക്സ് എന്തായി? 1,100 × 10 × 10. അപ്പോൾ എന്താ ആൻസറായി. ഇതാണ് നമ്മുടെ ആൻസർ. ഓപ്ഷനിലുണ്ടോ? ഓപ്ഷനിലുണ്ടല്ലോ. അപ്പോൾ ആൻസർ കിട്ടി. 1,10,000. നല്ല ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് നാൾ കൊണ്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. പെർസെൻറ്റേജിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. പോപ്പുലേഷൻ ഏറ്റവും കൂടുതൽ ഗ്രൂപ്പ് ഡിക്ക് പെർസെൻറ്റേജിൻ്റെ ചാപ്റ്ററിയും ചോദിച്ചത് പോപ്പുലേഷൻ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്കിത് വേറെ രീതിയിൽ എങ്ങനെയെങ്കിലും ചെയ്യാമോ? ഇപ്പോൾ 1,33,100 തന്നിരിക്കുക. അതിനെ തിരിച്ച് കൊണ്ടുവന്നാലും മതിയല്ലോ. നോക്കിയേ, 1,33,100. ഓക്കെ,
ഇതായിരുന്നു ഇപ്പോഴത്തെ പോപ്പുലേഷൻ. തിരിഞ്ഞെങ്ങനെ പോവാം? ഇത് 11 അങ്ങനെയാ, സോറി, ഇത് 11 അങ്ങനെയാണെങ്കിൽ 10 എത്രയാ എന്ന് വെച്ചാൽ കൂടിയ പോപ്പുലേഷൻ ആണ് എന്ത്? ഇത് ആണല്ലോ. അപ്പോൾ ബേസ് എന്തായിരിക്കും? 11 തന്നെ ആയിരിക്കും. തിരിച്ചു നോക്കിയേ, ഒരു വർഷം മാത്രം വന്നാൽ മതിയോ? ഇല്ല, ഒരു വർഷവും കൂടി വരണം. 11 × 10 ഇതാണ് എന്ത്? എക്സ്. ഇങ്ങനെയും റിവേഴ്സ് റേഷ്യോ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ഏതെങ്കിലും ഒരു മെത്തേഡ് അറിഞ്ഞിരുന്നാൽ മതി. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. The sum of two numbers is 60. ഇപ്പോൾ ഞാൻ ആ നമ്പേഴ്സ്, ലെറ്റ് ദി നമ്പേഴ്സ് ബി എ ആൻഡ് ബി. എ പ്ലസ് ബി എന്ത് കൊടുത്തിരിക്കുന്നു? സം ഓഫ് ടു നമ്പേഴ്സ് എന്താ? 60 കൊടുത്തിരിക്കുന്നു. ആൻഡ് ദർ HCF ആൻഡ് LCM ഈസ് HCF എന്താ? 12. LCM എന്താ? 72. റെസ്പെക്റ്റീവ്ലി the sum of the reciprocal of the two numbers is. ഇപ്പം എന്താ നമ്മൾ കണ്ടുപിടിക്കണ്ടേ? നമ്പേഴ്സ് എയും ബിയും ആണെന്ന് നമ്മൾ പറഞ്ഞു. സം ഓഫ് ദി റെസിപ്രോക്കൽ ഓഫ് ടു നമ്പേഴ്സ്, ആ റെസിപ്രോക്കലിൻ്റെ സം, നമ്പേഴ്സിൻ്റെ റെസിപ്രോക്കലിൻ്റെ സം എന്താ? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആ നമ്പേഴ്സിൻ്റെ റെസിപ്രോക്കലിൻ്റെ സം എന്താ? ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ? എങ്ങനെ ചെയ്യാം നമുക്ക്? നോക്കി, എങ്ങനെ ചെയ്യാം? ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഇല്ല. രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മും ഉണ്ട്, ആ നമ്പേഴ്സിൻ്റെ HCF LCM തന്നു. അതിൽ നിന്ന് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ? കണ്ടുപിടിക്കാൻ പറ്റും. ഒരു ഇക്വേഷൻ നിങ്ങൾ ഇതിൽ അറിയണം. പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ദെയർ HCF ആൻഡ് LCM. പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ദെയർ HCF ആൻഡ് LCM. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. LCM HCF കമ്പൈൻഡ് ആയിട്ട് വരുന്നതിൽ ഭൂരിഭാഗം ക്വസ്റ്റ്യനിലും ഈ ഒരു ഇക്വേഷനിൽ തീരും. ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് ഇതെങ്ങനെ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും? സം ഓഫ് ദി നമ്പർ 60, HCF LCM തന്നിട്ടുണ്ട്. ഓക്കെ, HCF സം തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇതൊന്ന് നമ്മൾ കൺവേർട്ട് ചെയ്ത് നോക്കിയേ. ഇതെങ്ങനെ എഴുതാം നമുക്ക്? ബി പ്ലസ് എ ഡിവൈഡഡ് ബൈ എ ബി എന്ന് നമുക്ക് മാറ്റാലോ. ബി പ്ലസ് എ ഡിവൈഡഡ് ബൈ എ ബി മാറ്റാലോ. അങ്ങനെ നമുക്ക് മാറ്റാലോ. മാറ്റാം. ക്രോസ് ചെയ്താൽ നമുക്ക് അങ്ങനെ കിട്ടും. ഇനിയും നോക്കി, ബി പ്ലസ് എ ഉണ്ടോ? ഉണ്ട്. ബി പ്ലസ് എ ഉണ്ട്. എത്ര? 60. ബി പ്ലസ് എ ഉണ്ട്. പക്ഷേ എ ഇൻറ്റു ബി ഉണ്ടോ? നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്ന നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ഇല്ല. പക്ഷെ കണ്ടുപിടിച്ചൂടെ? എങ്ങനെ കണ്ടുപിടിക്കുന്ന? ഇക്വേഷനിലേക്ക് ഇട്ടോട്. എ ഇൻറ്റു ബി ഈക്വൽ ടു HCF ഇൻറ്റു LCM. HCF ഇൻറ്റു LCM എന്താ? 12 ഇൻറ്റു 72. ഇങ്ങനെയുള്ള വലിയ നമ്പേഴ്സ് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യാൻ നിൽക്കരുത്. ഫ്രാക്ഷനിൽ ഇട്ട് കൊടുക്കുക. ക്യാൻസലായി പോകുന്നതാണെങ്കിൽ ക്യാൻസലായി പോകും. ഏകദേശം 95% ക്യാൻസലായി പോകും. നോക്കി, നമ്മുടെ ഫൈനൽ ആൻസറിലേക്ക് എത്താം. ബി പ്ലസ് എ സം എന്തെയാ? 60. എ ബി പ്രൊഡക്റ്റ് എന്താ? നമ്മൾ കണ്ടുപിടിച്ചു, ഇക്വേഷൻ വഴി കണ്ടുപിടിച്ചു. എത്രയാ? 12 ഇൻറ്റു 72. 16 12 ക്യാൻസൽ ചെയ്താൽ 5. ഇനി കട്ട് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ എന്താണ് നമ്മുടെ ആൻസർ? 5/72. ഓപ്ഷനിലുണ്ടോ? യെസ്, 5/72. ക്ലിയർ ആണോ? ഈ ഒരു ഇക്വേഷൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ. ഒറ്റ ഇക്വേഷൻ മതി പ്രോബ്ലം ചെയ്യാൻ. ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ. ഓക്കെ, അപ്പം അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഓക്കെ, സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടില്ലായിരുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നു. ഫൈൻഡ് ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ ₹1,900 at 15% per annum for the time period from 8 February 2023 to 22nd April 2023. നല്ല ക്വസ്റ്റ്യൻ, നല്ല ക്വസ്റ്റ്യൻ. ചെയ്യാം. നോക്കി ഒന്നുകൂടെ ക്വസ്റ്റ്യൻ നോക്കി. ഫൈൻഡ് ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ ₹1,900 at 15% per annum. സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി, കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. ഫോർ ദി ടൈം പീരീഡ് ഫ്രം 8 February 2023 to 22nd April 2023. അപ്പോൾ ടൈം പീരീഡ് തന്നിട്ടുണ്ട്.
എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? PRT/100, പ്രിൻസിപ്പൽ ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻറ്റു ടൈം ഡിവൈഡഡ് ബൈ 100. ഇതല്ലേ സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? എല്ലാവർക്കും അറിയാലോ? ഓക്കെ, ഇതാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. നമുക്കിതിൽ എന്തൊക്കെയുണ്ട്? പ്രിൻസിപ്പൾ ഉണ്ടോ? ഉണ്ട്. പ്രിൻസിപ്പൾ ഉണ്ട്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടോ? ഉണ്ട്. ഇനി എന്താ വേണ്ടേ? ടൈം ഉണ്ടോ? സ്പെസിഫിക് ആയിട്ട് ടൈം പറയുന്നുണ്ടോ? ഉണ്ടല്ലോ, ടൈം പറയുന്നുണ്ട്. ടൈം ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. 8 ഫെബ്രുവരി 2023 മുതൽ 22 ഏപ്രിൽ 2023 വരെയുള്ള കാലയളവിലുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്, പലിശയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ കണ്ടുപിടിക്കാം? ആ ഡേറ്റിൽ നിന്ന് നമ്മൾ എത്ര ഡേയ്സ് ഉണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. തന്നിരിക്കുന്ന ഡേറ്റിൽ നിന്ന് എത്ര നമ്പർ ഓഫ് ഡേയ്സ് ഉണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെ ചെയ്യാം? വന്നേ, ഫെബ്രുവരി 8 മുതലാണ് ഡേറ്റ് തുടങ്ങുന്നത്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട, ഏറ്റവും കൂടുതൽ തെറ്റ് വരുത്തുന്ന ഒരു പോയിന്റ് ആണ് എന്ത്? ഇയർ ആരും നോക്കില്ല. ഇയർ നോക്കാതെ അങ്ങ് ചെയ്ത് പോകും. അങ്ങനെ ചെയ്താൽ പണി കിട്ടും. എങ്ങനെയാ പണി കിട്ടുന്നത്? നോക്കി, 2023 ഫെബ്രുവരിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എത്ര ദിവസം ആ ഒരു ഇയറിലെ ആ ഒരു ഫെബ്രുവരി മന്തിലുണ്ട്? എത്ര ദിവസമാണ്? 28 ദിവസം അല്ലേടെ പിള്ളേരെ? എന്തുകൊണ്ടാണ് അത്? ലീപ്പ് ഇയർ അല്ല, ശ്രദ്ധിക്കണം, ലീപ്പ് ഇയർ അല്ല. 2023 ഒരു ലീപ്പ് ഇയർ അല്ല. ക്ലിയർ ആണോ? അപ്പോൾ ലീപ്പ് ഇയർ ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാവൂ. അപ്പോൾ ലീപ്പ് ഇയർ അല്ല. അപ്പോൾ 8 ദിവസം കഴിഞ്ഞു ആണല്ലോ. 8 ദിവസം കഴിഞ്ഞു. ഇനി അപ്പോൾ ഫെബ്രുവരിയിൽ ഇനി എത്ര ദിവസമുണ്ട്? ഫെബ്രുവരിക്ക് ഇനി എത്ര ദിവസമുണ്ട്? 8 ദിവസം കഴിഞ്ഞു. ഫെബ്രുവരിക്ക് ഇനി എത്ര ദിവസമാണ്? 20 ദിവസം ആണല്ലോ. ഇനി അടുത്ത മാസം ഏതെയാ? മാർച്ച്. എത്ര ദിവസം ഉള്ളേ? 31 ദിവസം അല്ലേ മാർച്ചിലുള്ളേ? അതിന് മാറ്റമൊന്നുമില്ലല്ലോ, 31 ദിവസം. ഇനി നോക്കി, ഏപ്രിൽ തീരുക. അപ്പോൾ ഏപ്രിൽ ഇനി എത്ര ദിവസമുണ്ട്? 22 ദിവസമല്ലേ ഏപ്രിലുള്ളേ? ഏപ്രിൽ തീരുന്ന മാസം 22 ദിവസം. മൊത്തം എത്രയാ? 73 ദിവസമാണ്. എന്ത്? 73 ദിവസത്തെ ഇൻട്രസ്റ്റ് ആണ് നമ്മുടെ അടുത്ത് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡേയ്സ് കിട്ടി. ഇപ്പോൾ ഒരു വർഷത്തിൽ എത്രയാ? ടോട്ടൽ എത്രയാ? 365. ലീപ്പ് ഇയർ അല്ലാത്തതുകൊണ്ട് 365 ദിവസം. ക്ലിയർ ആയില്ലേ? ഇക്വേഷനിൽ ഇട്ട് കൊടുത്തേ. പ്രിൻസിപ്പൽ 1900. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 15 ഡിവൈഡഡ് ബൈ 100. ടൈം എത്രയാ? 73. ടൈം ഇയറിലാണ് കാണേണ്ടത്. അതുകൊണ്ട് ഒരു വർഷം എത്ര ദിവസമുണ്ട്? 365 ദിവസം ഇട്ട് കൊടുക്കുക. നോക്കി, എന്തെങ്കിലും ക്യാൻസൽ ചെയ്യാനുണ്ടോ? 5 ക്യാൻസൽ ചെയ്യാം. 5 ക്യാൻസൽ ചെയ്യാനുണ്ട്? ഇല്ല. നോക്കി, 73,365 എത്രയാ? 73,365 ക്യാൻസൽ ചെയ്യുമ്പോൾ എന്താ വരുന്നേ? 73 × 5 അല്ലേ 365? 5 വന്നു. ഇങ്ങനെ നിങ്ങൾ ആലോചിക്കാവൂ. പെട്ടെന്ന് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റണം. 5ഉം 15ഉം 3, ഈ 2 0. ഇപ്പോൾ എത്രയാണ് ആൻസർ? 19 × 3. എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മൾ ഓൾറെഡി പറഞ്ഞു. 19 ഒക്കെ ആണെങ്കിൽ എന്താ? 20 എടുക്കുക. 20 × 3 60. 60 ന്ന് 3 കുറയ്ക്കുക. അപ്പോൾ എത്രയാ? 57. ഓപ്ഷനിലുണ്ടോ? യെസ്, ഫസ്റ്റ് ഓപ്ഷൻ. ക്ലിയർ ആയോ? നല്ല ക്വസ്റ്റ്യൻ ആണ്. ഈ ഗ്രൂപ്പ് ഡിക്ക് ഈ ഒരു മോഡൽ ക്വസ്റ്റ്യനിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചത് ഡേയ്സ് വെച്ചിട്ടാണ്. ഇന്ന സമയം തന്നിട്ടല്ല ചോദിച്ചത്. അതാണ് ആദ്യമേ പറഞ്ഞത്, കാൽക്കുലേറ്റീവ് ആക്കാൻ വേണ്ടി നിങ്ങൾ ഇരുന്ന് എണ്ണി നോക്കി എടുത്താൽ മതി എന്നുള്ള രീതിയിൽ തന്നെയാണ് ക്വസ്റ്റ്യൻ ഇട്ടിരിക്കുന്നത്, കാൽക്കുലേറ്റീവ് ആക്കാൻ വേണ്ടി. അപ്പോൾ അത് മനസ്സിലാക്കി പ്രിപ്പയർ ചെയ്യുക. ക്ലിയർ ആണല്ലോ? ക്വസ്റ്റ്യൻ ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, എന്താ അടുത്ത ക്വസ്റ്റ്യൻ? 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. ഇഫ് 9 pens were bought for 16. 9 pens were bought for 16. 9 pens were bought for 16 rupees and 1 pen was sold for 2 rupees. ഒരു പെൻ സോൾഡ് ചെയ്ത് എത്ര രൂപയ്ക്കാ? 2 രൂപയ്ക്ക്. അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ്. അപ്പോൾ പ്രോഫിറ്റ് ആണെന്ന് മനസ്സിലായി. പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടാൽ മതി. എങ്ങനെ കാണാം? ക്വസ്റ്റ്യൻ ഇട്ടിട്ട് കളഞ്ഞിട്ട് പോവോ? ഒന്നുമില്ല, സിമ്പിൾ ക്വസ്റ്റ്യനാണ്. നോക്കി, 9 പേന 16 രൂപയ്ക്ക് വാങ്ങിച്ചു. അപ്പോൾ ഇതെന്താ? കോസ്റ്റ് പ്രൈസ് അല്ലേ?
ആ 16 രൂപയ്ക്ക് വാങ്ങിച്ചത് ഒരു പെൻ 2 രൂപയ്ക്ക് വിറ്റു. ഇപ്പോൾ 9 പെൻ എത്ര രൂപയ്ക്ക് വിൽക്കും? 9 പെൻ എത്ര രൂപയ്ക്ക് വിൽക്കും? 9 ഇൻറ്റു 2 അല്ലേ? ഒരു പെൻ 2 രൂപയ്ക്ക് വിറ്റാൽ 9 പെൻ എത്ര? 9 ഇൻറ്റു 2 18 രൂപയ്ക്ക് വിറ്റു. ഇതെന്താ? സെല്ലിംഗ് പ്രൈസ്. നോക്കിയേ, കോസ്റ്റ് പ്രൈസ് 16, സെല്ലിംഗ് പ്രൈസ് 18. പ്രോഫിറ്റ് ആണോ ലോസ് ആണോ? പ്രോഫിറ്റ് തന്നെയാണല്ലോ, പ്രോഫിറ്റ് തന്നെയാണല്ലോ. എത്രയാ പ്രോഫിറ്റ്? നോക്കിയേ, പ്രോഫിറ്റ് എന്ന് വെച്ചാൽ എന്താ? പ്രോഫിറ്റ് പെർസെൻറ്റേജ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? പ്രോഫിറ്റ് ബൈ CP ഇൻറ്റു 100. പ്രോഫിറ്റ് എന്താ? സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്. പ്രോഫിറ്റ് ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് ആയിരിക്കും വലുത്. നോക്കി, ഇപ്പം എന്താ? സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് 2 റുപ്പീസ്. അപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയാ? 2 ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് എത്രയാ? 16 ഇൻറ്റു 100%. കട്ട് ചെയ്യുക 1/8. 1/8 100% എത്രയാ? പെർസെൻറ്റേജിൻ്റെ ചാർട്ട് പഠിക്കുക. എത്രയാ? 12.5%. 12.5%. ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷനിലുണ്ട്. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരും. പെട്ടെന്ന് കണ്ടിട്ട് കളഞ്ഞിട്ട് പോകരുത്. ചെയ്തു നോക്കുക, ആൻസർ കണ്ടുപിടിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. 9ാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് A plus B is equal to 4 and AB is equal to 3. If A plus B is equal to 4 and AB is equal to 3, then find the value of A cube plus B cube. ഓൾജിബ്രയിലെ ക്വസ്റ്റ്യൻ. ഓൾജിബ്രയിലെ അഡ്വാൻസ് മാത്സിലെ ഓൾജിബ്രയിലെ ക്വസ്റ്റ്യൻ. എങ്ങനെ ചെയ്യുക? ആദ്യം നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത് നോക്കുക. A ക്യൂബ് പ്ലസ് ബി ക്യൂബ്. A ക്യൂബ് പ്ലസ് ബി ക്യൂബ്. എയും ബിയും ഡയറക്റ്റ് നമുക്കുണ്ട് എങ്കിൽ കണ്ടുപിടിക്കാം. എയും ബിയും ഡയറക്റ്റ് ഇല്ല, വേണമെങ്കിൽ എടുക്കാം. അതോടെ പറഞ്ഞുതരാം. ആ ഒരു വേർഷനോട് പറഞ്ഞുതരാം. ഓക്കെ, A ക്യൂബ് പ്ലസ് ബി ക്യൂബ്. ആദ്യം ഫോർമുല വഴി തന്നെ പോവാം. A ക്യൂബ് പ്ലസ് ബി ക്യൂബ് നോക്കി. A ക്യൂബ് പ്ലസ് ബി ക്യൂബ് നോക്കി. എന്താ കിട്ടുന്നത്? ഫോർമുല ആലോചിച്ചേ. A ക്യൂബ് പ്ലസ് ബി ക്യൂബ്. ആദ്യം നമ്മുടെ മൈൻഡിൽ പോകുന്ന ഫോർമുല എന്താ? A പ്ലസ് ബി ഇൻറ്റു A സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് AB. ഇതാണല്ലോ ആദ്യം മൈൻഡിൽ പോകുന്ന ഇക്വേഷൻ. ഇതാണല്ലോ. എന്താ ഇക്വേഷൻ? A പ്ലസ് ബി ഇൻറ്റു A സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് AB. നോക്കിയേ, ഇതിൽ നിന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുമോ? A പ്ലസ് ബി ഉണ്ടോ? ഉണ്ട്. ഓക്കെ, ഒരു പാർട്ട് ക്ലിയർ ആയി. പക്ഷേ A സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എടുക്കാൻ പറ്റുമോ? AB ഉണ്ട്. ഓക്കെ, A സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എടുക്കാൻ പറ്റുമോ? എയും ബി അറിയില്ല. നമുക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുത്താൽ മതിയല്ലോ. അടുത്ത ഇക്വേഷനിലേക്ക് പോവുക. ഒരു ഇക്വേഷനിൽ കിട്ടിയില്ലെന്ന് പറഞ്ഞിട്ട് കളഞ്ഞിട്ട് പോകുക. അടുത്ത ഇക്വേഷനിലേക്ക് പോവുക. അടുത്ത ഇക്വേഷൻ എന്താ? A പ്ലസ് ബി ഇൻറ്റു A പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ മൈനസ് 3AB. ഇക്വേഷൻ കണ്ടുണ്ടോ? എന്താ ഇക്വേഷൻ? എന്താ? A പ്ലസ് ബി ഇൻറ്റു A പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ മൈനസ് 3AB. ഇതിൽ നിന്ന് നമുക്ക് ആൻസർ കിട്ടുമോ? A പ്ലസ് ബി ഉണ്ട്, A പ്ലസ് ബി ഹോൾ സ്ക്വയർ എടുക്കാം. AB ഉണ്ട്, 3AB എടുക്കാം. ആൻസർ കിട്ടി. എന്താ ആൻസർ? A പ്ലസ് ബി എന്താ നോക്കിയേ? 4. A പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ 4 സ്ക്വയർ മൈനസ് 3AB. 3 ഇൻറ്റു 3 ആൻസറായി. ഓക്കെ, എത്രയാ? 4 ഇൻറ്റു 4 സ്ക്വയർ 16 മൈനസ് 9. എന്താ വരുന്നത്? 16 മൈനസ് 9 4 ഇൻറ്റു 7. എത്രയാണ് ആൻസർ? 28. ആൻസറായി. ഒരു ഇക്വേഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് കളഞ്ഞിട്ട് പോകരുത്. അടുത്ത ഇക്വേഷൻ നോക്കുക. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് എങ്ങനെയാണ് അല്ലാതെ കണ്ടുപിടിക്കാൻ പറ്റുന്നത്? ഈ ക്വസ്റ്റ്യനിൽ മാത്രമാണ് കേട്ടോ ആൻസർ. എന്താ? 28. ആൻസർ ഓപ്ഷനിലുണ്ട്. ഈ ക്വസ്റ്റ്യനിൽ മാത്രമാണ് പറയുന്നത്. നോക്കി, A പ്ലസ് ബി 4, AB 3. ഇതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് എയും ബിയും കണ്ടുപിടിച്ചൂടെ? നോക്കിയേ, A 3, B 1. 3 പ്ലസ് 1 4. ഓക്കെ, A 3, B 1. 3 ഇൻറ്റു 1 3. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും വരും കേട്ടോ. എല്ലാ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണെന്ന് വിചാരിക്കരുത്. ഫോർമുല പഠിച്ചു വെക്കുക. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും വരും. ഇപ്പോൾ എന്താ? ആൻസറായി. 3ഉം 1ഉം ആണ്. എയും ബിയും 3ഉം 1ഉം ആണ്. എന്താ നമുക്ക് കണ്ടു? A ക്യൂബ് പ്ലസ് ബി ക്യൂബ്. 3 ക്യൂബ് പ്ലസ് 1 ക്യൂബ്. 3 ക്യൂബ് എത്രയാണ്? 27 പ്ലസ് 1 28. ഇങ്ങനെയും ആൻസർ ആവും. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരും. പക്ഷേ പ്രതീക്ഷിച്ചിരിക്കരുത്, ലക്കാണ്. ഈ ഒരു പോസിബിലിറ്റി നോക്കുക, സമയം ലാഭിക്കാം. ക്ലിയർ ആണല്ലോ? ഇപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. 10ാമത്തെ ക്വസ്റ്റ്യൻ കാണാമല്ലോ. ഓക്കെ,
10ാമത്തെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ഒരു സെഷനിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ നോക്കി. ഏത് ടോപ്പിക്കിൽ നിന്ന്? ആ പ്രോഫിറ്റ് ആൻഡ് ലോസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു 3 മുതൽ 4 വരെ അല്ലെങ്കിൽ 2 മുതൽ 3 വരെ ക്വസ്റ്റ്യൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. നോക്കി, ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ. ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ ഈസ് 8400. അപ്പോൾ കോസ്റ്റ് പ്രൈസ് എത്രയാ? 8400. ഓക്കെ, ആഫ്റ്റർ ഗീവിങ് 2 സക്സസീവ് ഡിസ്കൗണ്ട്. ഓക്കെ, അപ്പോൾ സക്സസീവ് ഡിസ്കൗണ്ട്സിൻ്റെ ക്വസ്റ്റ്യൻ വന്നു. സക്സസീവ് ഡിസ്കൗണ്ടിൻ്റെ ക്വസ്റ്റ്യൻ വന്നു. എത്രയ്ക്കാ? ഓഫ് 20% ആൻഡ് 25% on the marked price, the shopkeeper still makes a profit, makes a 25% profit. Find the marked price. മാർക്ഡ് പ്രൈസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. മാർക്ഡ് പ്രൈസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റ്യൻ നോക്കി, ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ ഈസ് 8400. ആഫ്റ്റർ ഗീവിംഗ് 2 സക്സസീവ് ഡിസ്കൗണ്ട് ഓഫ് 20% ആൻഡ് 25% ഓൺ ദ മാർക്ഡ് പ്രൈസ്, ദ ഷോപ്കീപ്പർ സ്റ്റിൽ മേക്സ് എ 25% പ്രോഫിറ്റ്. ഫൈൻഡ് ദ മാർക്ഡ് പ്രൈസ്. ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. കോസ്റ്റ് പ്രൈസ് നമുക്ക് തന്നിട്ട് അതേ ഉള്ളൂ, ഒരു വാല്യൂ ആയിട്ടുള്ളൂ. ബാക്കിയെല്ലാം പെർസെൻറ്റേജാ. 8400 കോസ്റ്റ് പ്രൈസ്. അതിൽ നിന്ന് എന്തോ മാർക്ക്ഡ് പ്രൈസ് ആക്കി. പിന്നെ അതിൽ നിന്ന് എന്ത് ചെയ്തു? സക്സസീവായിട്ട് 20%, 25% ഡിസ്കൗണ്ട് കൊടുത്തു. അപ്പോൾ എത്ര പ്രോഫിറ്റ് കിട്ടണം ഇയാൾക്ക്? എത്ര പ്രോഫിറ്റ് കിട്ടി? എന്നിട്ടും 25% പ്രോഫിറ്റ് കിട്ടി. അങ്ങനെയാണെങ്കിൽ മാർക്ക്ഡ് പ്രൈസ് എത്ര? ഇത് നമ്മൾ എന്താ ആദ്യം കണ്ടുപിടിക്കണ്ടേ? എന്താ നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് ആലോചിക്കാം. കോമൺ ബേസിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന എന്താ? മാർക്ക്ഡ് പ്രൈസിൽ നിന്ന് ഡിസ്കൗണ്ട് കൊടുത്താൽ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് കുറച്ചാൽ എന്ത് കിട്ടും നമുക്ക്? സെല്ലിംഗ് പ്രൈസ് കിട്ടും. സെല്ലിംഗ് പ്രൈസ് കിട്ടും. നമുക്കിവിടെ കുറയ്ക്കാൻ അല്ലെങ്കിൽ നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ഉണ്ടല്ലോ, ഉണ്ട്. മാർക്ക്ഡ് പ്രൈസിൽ നിന്ന് നമുക്ക് സെല്ലിംഗ് പ്രൈസിലേക്ക് എത്താനുള്ള വഴി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. ഇനി നോക്കിയേ സ്റ്റിൽ പ്രോഫിറ്റ് 25% കൊടുത്തിട്ടുണ്ട്. പ്രോഫിറ്റ് എന്ന് വെച്ചാൽ എന്താ? കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ സെല്ലിംഗ് പ്രൈസ് കൂടി നിന്നാൽ അതാണ് എന്ത്? കോസ്റ്റ് പ്രൈസ്. അപ്പോൾ കോസ്റ്റ് പ്രൈസ് നമ്മുടെ ആകെയുള്ള വാല്യൂ എന്താ? കോസ്റ്റ് പ്രൈസാണ്. കോസ്റ്റ് പ്രൈസിൽ നിന്ന് സെല്ലിംഗ് പ്രൈസിലേക്ക് പോവാൻ പറ്റും. എന്തുണ്ട്? പ്രോഫിറ്റ് ഉണ്ട്. കോസ്റ്റ് പ്രൈസിൽ നിന്ന് പ്രോഫിറ്റ് ആഡ് ചെയ്താൽ എന്താവും? സെല്ലിംഗ് പ്രൈസ് ആകും. അപ്പോൾ എന്തിൽ നമ്മൾക്ക് ഇക്വേറ്റ് ചെയ്യാം? സെല്ലിംഗ് പ്രൈസിൽ ഇക്വേറ്റ് ചെയ്യാം. എങ്ങനെ ചെയ്യാം? സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ആക്കുക. സെല്ലിംഗ് പ്രൈസ് രണ്ടിടത്തെയും ഈക്വൽ ആക്കി കൊണ്ടുവരിക. അതിന് എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? നമ്മുടെ മാർക്ക്ഡ് പ്രൈസ്, മാർക്ക്ഡ് പ്രൈസ് എക്സ് ആക്കി എടുക്കുക. മാർക്ക്ഡ് പ്രൈസിൽ നിന്നാണല്ലോ ഡിസ്കൗണ്ട് കൊടുത്ത് സെല്ലിംഗ് പ്രൈസിലേക്ക് എത്തുന്നത്. അതേപോലെ തന്നെ ചെയ്യുക. എക്സ് ഇൻറ്റു ഫസ്റ്റ് സക്സസീവ് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ആണ്. ഇപ്പോൾ എത്രയാ? 20% ആണ് ആദ്യത്തെ ഡിസ്കൗണ്ട്. 20% എന്ന് വെച്ചാൽ എത്രയാടേ? 1/5. ഇപ്പോൾ എത്രയാ? 5 ആയിരുന്നത് 4 ആയി. 5 ആയിരുന്നത് ഒരു ഡിസ്കൗണ്ട് കുറഞ്ഞ് 4 ആയി. ഓക്കെ, ഫസ്റ്റ് സക്സസീവ് കഴിഞ്ഞു. അടുത്ത് നോക്കിയേ, 25%. 25% എന്ന് വെച്ചാൽ എന്താടേ? 1/4. അപ്പോൾ എന്താ? 4 ആയിരുന്നത് 3 ആയി. 4 ആയിരുന്നത് 1 കുറഞ്ഞ് 3 ആയി. കഴിഞ്ഞല്ലോ. അപ്പം നമുക്ക് എന്താ? മാർക്ക്ഡ് പ്രൈസിൽ നിന്ന് നമ്മൾ സെല്ലിംഗ് പ്രൈസിലേക്ക് എത്തി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മാർക്ക്ഡ് പ്രൈസ് ആണ്. മാർക്ക്ഡ് പ്രൈസിൽ നിന്ന് നമുക്ക് സക്സസീവ് ഡിസ്കൗണ്ട് കുറച്ച് സെല്ലിംഗ് പ്രൈസിലേക്ക് എത്തി. ഇത് എന്തിന് ഈക്വൽ ആയിരിക്കും? കോസ്റ്റ് പ്രൈസ് മാത്രമേ നമ്മുടെ കയ്യിൽ വാല്യൂ ഉള്ളൂ. കോസ്റ്റ് പ്രൈസിൽ നിന്ന് സെല്ലിംഗ് പ്രൈസിലേക്ക് നമുക്ക് എത്തണം. കോസ്റ്റ് പ്രൈസിൽ നിന്ന് സെല്ലിംഗ് പ്രൈസിലേക്ക് എങ്ങനെ എത്തുന്നത്? കോസ്റ്റ് പ്രൈസ് എത്രയാ? 8400. സെല്ലിംഗ് പ്രൈസിന്റെ പെർസെൻറ്റേജ് എത്രയാ? 25% തന്നെ അല്ലേ? 1/4. അപ്പോൾ ഇവിടെ എന്താ നടന്നത്? പ്രോഫിറ്റ് ആണ്. കോസ്റ്റ് പ്രൈസിൽ നിന്ന് കൂടിയാൽ മാത്രമേ സെല്ലിംഗ് പ്രൈസിലേക്ക് എത്തൂ. ഇപ്പോൾ കോസ്റ്റ് പ്രൈസിന്റെ ബേസ് എത്രയാ? 4. സെല്ലിംഗ് പ്രൈസിന്റെ ബേസ് എത്രയാ? 1 കൂടി. പ്രോഫിറ്റ് കൂടി 5. ഇതല്ലേ സെല്ലിംഗ് പ്രൈസ്? ഇങ്ങോട്ട് നോക്കി. മാർക്ക്ഡ് പ്രൈസിൽ നിന്ന് സക്സസീവ് ഡിസ്കൗണ്ട് കുറച്ചു, നമ്മൾ സെല്ലിംഗ് പ്രൈസിലേക്ക് എത്തി. കോസ്റ്റ് പ്രൈസിൽ നിന്ന് പ്രോഫിറ്റ് ആഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ എവിടെ എത്തി? സെല്ലിംഗ് പ്രൈസിലേക്ക് എത്തി. ക്ലിയർ ആണോ? ഇത് ഇക്വേറ്റ് ചെയ്താൽ പോരെ? നോക്കിയേ, എന്തൊക്കെ ചെയ്ത് കളയാം? ക്യാൻസൽ ചെയ്യാനുള്ളതെല്ലാം ക്യാൻസൽ ചെയ്ത് കളഞ്ഞേ. 4ഉം ക്യാൻസൽ ചെയ്തു. ഈ 4ഉം
ഇവിടെ ക്യാൻസൽ ചെയ്താൽ 2 1 0 0. ഇനി 3യും ഇവിടെ ക്യാൻസൽ ചെയ്താൽ 7 0 0. ഇനി എന്തെങ്കിലും ക്യാൻസൽ ചെയ്യാനുണ്ടോ? ഇല്ല, താഴെ മുകളിൽ. ഓക്കെ, അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എന്താ എടുത്ത് എഴുതിക്കേ? 700 ഇൻറ്റു 5 ഇൻറ്റു ഈ ഡിനോമിനേറ്റർ അപ്പുറത്ത് പോയാൽ ഇൻറ്റു 5 തന്നെയാവും. അപ്പോൾ എന്ത് കിട്ടും? 35 ഇൻറ്റു 5. അപ്പോൾ എത്രയാണ്? 17500. 17500. ആൻസർ ആയില്ലേ? ആൻസർ ആയില്ലേ? ആൻസർ ആയല്ലോ. നല്ല ക്വസ്റ്റ്യനാ. ഒന്നുകൂടെ നോക്കി, നമുക്ക് ആൻസർ ഉണ്ടല്ലോ. ആൻസർ ഉണ്ട്. ഒന്നുകൂടെ നോക്കി. കോസ്റ്റ് പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ 8400. 2 സക്സസീവ് ഡിസ്കൗണ്ട്, അടുപ്പിച്ചടുപ്പിച്ച് 2 ഡിസ്കൗണ്ട് കൊടുത്തു. 20%-ൻ്റെയും 25%-ൻ്റെയും മാർക്കറ്റ് പ്രൈസിലാണ് ഡിസ്കൗണ്ട് കൊടുത്തത്. എന്നിട്ട് എന്തായി? ദ ഷോപ്പ് കീപ്പർ എന്നിട്ടും ഈ ഡിസ്കൗണ്ട് കൊടുത്തിട്ടും എന്തായി? 25%-ൻ്റെ പ്രോഫിറ്റ് ഉണ്ടാക്കി. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് പ്രൈസ് എത്രയാ? അത്രയേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ? സെല്ലിംഗ് പ്രൈസ് ഇക്വേറ്റ് ചെയ്തു, വേറെ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. മാർക്കറ്റ് പ്രൈസിൽ നിന്ന് ഡിസ്കൗണ്ട് കുറച്ച് സെല്ലിംഗ് പ്രൈസിലേക്ക് കൊണ്ടുവന്നു, കോസ്റ്റ് പ്രൈസിൽ നിന്ന് പ്രോഫിറ്റ് കൂട്ടി സെല്ലിംഗ് പ്രൈസിലേക്ക് കൊണ്ടുവന്നു. അത് രണ്ടും തമ്മിൽ ഇക്വേറ്റ് ചെയ്തു. ക്ലിയർ ആണല്ലോ? ഓക്കെ, ക്ലിയർ ആണല്ലോ? എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറയുക, നമ്മളത് ക്ലിയർ ചെയ്യും. അടുത്ത സെഷൻസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യും. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. എല്ലാവരും അപ്ലൈ ചെയ്യുക, പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ബൈ.